The LXI instruction. ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബൈനറി പാറ്റേൺ ദാറ്റ് ഹെൽപ്സ് ടു പെർഫോം എ സ്പെസിഫിക് ഫങ്ഷൻ ഓർ ടാസ്ക്. ഒരു സ്പെസിഫിക് ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബൈനറി പാറ്റേണിനെയാണ് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുക. ഈ ഇൻസ്ട്രക്ഷൻ സെറ്റിനെ ഡിവൈഡ് ചെയ്താൽ അതിലൊരു ടൈപ്പാണ് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ. ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷനെ എഗെയിൻ ഡിവൈഡ് ചെയ്താൽ അതിലൊന്നാണ് LXI. The 8085 provides an instruction to place the 16-bit data into the register pair in one step. ഒരു 16-bit ഡാറ്റയെ രജിസ്റ്റർ പെയറിൽ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് LXI. അതിൽ L ലോഡ്, X എക്സ്റ്റെൻഡഡ്, I ഇമ്മീഡിയറ്റ്. ഈ X എന്ന് പറഞ്ഞ ലെറ്റർ സ്പെസിഫൈ ചെയ്യുന്നത് 16-bit ഡാറ്റേനെയാണ്. അതിൻ്റെ സിൻടാക്സ് LXI RP, 16-bit അഡ്രസ്. ഈ 16-bit അഡ്രസ്സ് സ്റ്റോർ ആവുന്ന രജിസ്റ്റർ പെയറാണ് RP. RP എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ പെയറിലാണ് 16-bit അഡ്രസ്സ് സ്റ്റോർ ആവുക. രജിസ്റ്റർ പെയർ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ BC, HL അതൊക്കെ. അപ്പോൾ അതൊരു രജിസ്റ്റർ പെയർ ആണെങ്കിലും ഇപ്പോൾ എക്സാമ്പിൾ BC എന്ന് എടുത്താൽ അവിടെ B എന്ന് മാത്രമേ എഴുതുള്ളൂ. B എന്ന് എഴുതിയ രജിസ്റ്റർ പെയർ BC എന്നാണ് ഉദ്ദേശിക്കുന്നത്. The instruction loads 16-bit data in the register pair designed in the operand. ഈ ഇൻസ്ട്രക്ഷൻ ഒരു 16-bit ഡാറ്റയാണ് രജിസ്റ്റർ പെയറിലേക്ക് ലോഡ് ചെയ്യുന്നത്. ദിസ് ഈസ് എ 3-byte ഇൻസ്ട്രക്ഷൻ. ഈ LXI ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു 3-byte ഇൻസ്ട്രക്ഷനാണ്. The second byte specifies the lower order byte and the third byte specifies the higher order byte. അതായത് ആ സെക്കൻഡ് ബൈറ്റ് സ്പെസിഫൈ ചെയ്യുന്നത് ലോ ഓർഡർ ബൈറ്റിനെയും തേർഡ് ബൈറ്റ് സ്പെസിഫൈ ചെയ്യുന്നത് ഹൈ ഓർഡർ ബൈറ്റിനെയാണ്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുക. The instruction LXI B 4000H will place the 16-bit number 4000 into the register pair BC. ഇവിടെ 4000 എന്ന് പറഞ്ഞാൽ 16-bit അഡ്രസ്സ് സ്റ്റോർ ആവുക രജിസ്റ്റർ പെയറിലാണ്. രജിസ്റ്റർ പെയറിൻ്റെ സ്ഥലത്ത് എഴുതിയിട്ടുള്ളത് B എന്നാണ്. അപ്പോൾ ഈ B എന്ന് എഴുതിയോണ്ട് സൂചിപ്പിക്കുന്നത് രജിസ്റ്റർ പെയർ BC. അതായത് ഈ 4000 എന്ന് പറഞ്ഞാൽ 16-bit അഡ്രസ്സ് സ്റ്റോർ ആവുക BC എന്ന് പറഞ്ഞിട്ടുള്ള രജിസ്റ്റർ പെയറിലാണ്. The upper 2 digits are placed in the first register of the pair and the lower 2 digits in the second register. അതായത് ഈ ഹയർ ഓർഡർ അഡ്രസ്സ് സ്റ്റോർ ആവുക ഫസ്റ്റ് രജിസ്റ്ററിലും ലോവർ ഓർഡർ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുക സെക്കൻഡ് രജിസ്റ്ററിലുമാണ്. അതായത് ഈ LXI B 4000H എന്ന് പറഞ്ഞ എക്സാമ്പിൾ എടുത്താൽ ഫസ്റ്റ് 2 ഡിജിറ്റ് അതായത് 40 സ്റ്റോർ ആവുക Bയിലും ലാസ്റ്റ് 2 ഡിജിറ്റ് 00 അത് സ്റ്റോർ ആവുക Cയിലുമാണ്. So this instruction LXI B 4000H requires 3 byte 3 machine cycles and total 10 T states for execution as shown in the timing diagram. ഈ LXI B 4000H എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷന് 3 ബൈറ്റ് വേണം. പിന്നെ അത് 3 മെഷീൻ സൈക്കിൾ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ 3 മെഷീൻ സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തത് ഓപ്കോഡ് ഫെച്ച്, സെക്കൻഡ് വണ്ണ് മെമ്മറി റീഡ് ആൻഡ് ലാസ്റ്റ് വണ്ണും മെമ്മറി റീഡ് തന്നെയാണ്. ഇതിന് ടോട്ടലി ഈ ഇൻസ്ട്രക്ഷൻ സെറ്റിന് ടോട്ടലി 10 T സ്റ്റേറ്റ്സ് ഉണ്ട്. അതായത് ഓപ്കോഡ് ഫെച്ചിന് 4 T സ്റ്റേറ്റ്സ് ഉണ്ട്, മെമ്മറി റീഡിന് 3 T സ്റ്റേറ്റ്സ്, പിന്നെ ഒരു മെമ്മറി റീഡാണുള്ളത് അതിനും 3 T സ്റ്റേറ്റ്സ്. അപ്പോൾ ടോട്ടൽ 10 T സ്റ്റേറ്റ്സ് വേണം. This is the timing diagram of LXI instruction. ഇതിൽ 3 മെഷീൻ സൈക്കിൾസ് ഉണ്ട്. ഫസ്റ്റ് വണ്ണ് ഓപ്കോഡ് ഫെച്ച് സൈക്കിള്, സെക്കൻഡ് വണ്ണ് മെമ്മറി റീഡ് സൈക്കിള് ആൻഡ് തേർഡ് വണ്ണ് പിന്നെ മെമ്മറി റീഡ് സൈക്കിൾ തന്നെയാണ്. അത് ഒരു മെഷീൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ബൈ ദ പ്രൊസസ്സർ ടു പെർഫോം എ സിംഗിൾ ഓപ്പറേഷൻ.
ഒരു സിംഗിൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോസസ്സർ എടുക്കുന്ന ടൈമിനെയാണ് ഒരു മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 3 മെഷീൻ സൈക്കിൾസാണുള്ളത്. അതിൽ ഫസ്റ്റത്തെ വണ്ണ് ഓപ്കോഡ് ഫെച്ച് ആണ്. അതിൽ ഓപ്കോഡ് ഫെച്ചിന് 4 ടി സ്റ്റേറ്റ്സ് ആണുള്ളത്. മെമ്മറി റീഡിന് 3 ടി സ്റ്റേറ്റ്സും. അപ്പോൾ ടോട്ടൽ ഇതിന് 10 ടി സ്റ്റേറ്റ്സ് വേണം. ഇത് ഓപ്കോഡ് ഫെച്ചിൻ്റെ ടൈമിംഗ് ഡയഗ്രാണ്. LXIൻ്റെ ടൈമിംഗ് ഡയഗ്രത്തിൽ ഫസ്റ്റ് മെഷീൻ സൈക്കിളിൽ ഓപ്കോഡ് ഫെച്ചാണ്. അത് സെപ്പറേറ്റ് എടുത്ത് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഫസ്റ്റ് 4 ക്ലോക്ക് സൈക്കിൾസ് 4 ടി സ്റ്റേറ്റിന് വേണ്ടി വച്ചിട്ടുണ്ട്. ദെൻ A15 to A8 അത് ഫസ്റ്റ് 3 ക്ലോക്ക് സൈക്കിൾസിൽ ഹയർ ഓർഡർ മെമ്മറി അഡ്രസ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ദെൻ 4ാമത്തെ ടി സ്റ്റേറ്റിൽ അത് അൺസ്പെസിഫൈഡ് ആണ്. ദെൻ AD0 to AD7 അത് മൾട്ടിപ്ലെക്സ്ഡ് ആണ്. അവിടെ അഡ്രസ് ബസ്സും ഉണ്ട്, ഡാറ്റ ബസ്സും ഉണ്ട്. ഇത് ഫസ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ ലോവർ ഓർഡർ അഡ്രസ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ബാക്കി 2 ടി സ്റ്റേറ്റ്സിൽ അത് ഓപ്കോഡ് ഫെച്ച് ആണ്. ദെൻ ALE അവിടെ ഫസ്റ്റ് ടി സ്റ്റേറ്റിൽ 1 ആണ്, അതായത് അവിടെ അഡ്രസ് ബസ്സാണ്. ബാക്കി എല്ലാ ടി സ്റ്റേറ്റ്സിലും അത് 0 ആണ്. ദെൻ IO⁻M അത് ഫുൾ 0 ആണ്, അതായത് അവിടെ ഓപ്പറേഷൻസ് നടക്കുന്നത് മെമ്മറിയിലാണ്. ദെൻ S1 = 1, S0 = 1, അതായത് മെമ്മറി S1 S0യും 0 ആയി. IO⁻M S1ഉം S0യും 1 ആയി. IO⁻M 0 ആയാൽ അതിനാണ് ഓപ്കോഡ് ഫെച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെമ്മറി റീഡിൻ്റെ ടൈമിംഗ് ഡയഗ്രാണ്. ഇതിൽ 3 ടി സ്റ്റേറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് എല്ലാ ടി സ്റ്റേറ്റ്സിനും ക്ലോക്ക് സൈക്കിൾസ് വെച്ചിട്ടുണ്ട്. ദെൻ A8 to A15 അത് ഈ 3 ടി സ്റ്റേറ്റ്സിലും ഇത് ഹയർ ഓർഡർ മെമ്മറി അഡ്രസ്സാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തേത് AD0 to AD7. ഈ AD0 to AD7 എന്ന് പറഞ്ഞാൽ അത് മൾട്ടിപ്ലെക്സ്ഡ് ആണ്. അഡ്രസ് ബസ്സും ഡാറ്റ ബസ്സും അവിടെ ഉണ്ട്. ദെൻ ഫസ്റ്റ് ടി സ്റ്റേറ്റ്സിൽ ലോവർ ഓർഡർ മെമ്മറി അഡ്രസ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ബാക്കി അവിടെ ഡാറ്റാസ് ആണ് D0 to D7. ദെൻ ALE ഓൺ ആവുമ്പോൾ അവിടെ അഡ്രസ് ബസ്സാണുള്ളത്. ദെൻ IOM S1 S0 ഇവിടെ IO⁻M 0യും S1 1ഉം S0 0 ആണ്. അപ്പം അതായത് ഇവിടെ മെമ്മറി റീഡ് ഓപ്പറേഷനാണ് നടക്കുന്നത്. ഇതാണ് മെമ്മറി റീഡ് സൈക്കിളിൻ്റെ ടൈമിംഗ് ഡയഗ്രാം. ഈ ഓപ്കോഡ് ഫെച്ചിൻ്റെയും ഈ മെമ്മറി റീഡ് സൈക്കിൾ 2 ഉണ്ട്. ആ രണ്ടും ഈ 3 മെഷീൻ സൈക്കിളും കൂടി ചേരുന്നതാണ് LXIൻ്റെ ടൈമിംഗ് ഡയഗ്രാം. ഈ 3 മെഷീൻ സൈക്കിൾസും ചേരുന്നതാണ് LXIൻ്റെ ടൈമിംഗ് ഡയഗ്രാം. ഈ 3 മെഷീൻ സൈക്കിളും യൂസ് ചെയ്തിട്ടാണ് LXIയിൽ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യുന്നത്. സോ ഇത്രയേ ഉള്ളൂ LXI ഇൻസ്ട്രക്ഷനെ കുറിച്ചിട്ട്. താങ്ക് യു.